ഞാൻ പ്രദീപ് മേച്ചേരി. ഇപ്പം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോക്കര നമ്പൂരിയുടെ കഥ കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഈ കോക്കര നമ്പൂതിരിയുടെ പിറന്നാൾ വളരെ കേമായിട്ട് നടത്തലൊക്കെ ഉണ്ട്. ധാരാളം ആൾക്കാർ പിറന്നാളിന് ഊണ് കഴിക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഒരു പ്രാവശ്യം പിറന്നാളിന് ഒരു ഗോസായി വിദേശത്തു നിന്നുള്ള ഒരാളാണ്. ആള് വന്നു, ഊണ് കഴിക്കാനൊക്കെ വന്നു. അപ്പോൾ എല്ലാവരോടും ലോക്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് തിരക്കുകൊണ്ടോ എന്തുകൊണ്ടോ ഗോസായിയോട് അത്ര അധികം ലോക്യം പറയാനൊന്നും പറ്റിയില്ല. അപ്പോൾ അയാൾക്ക് ഇത്തിരി ഒരു നീരസമൊക്കെ തോന്നി. അപ്പോൾ അയാള് വലിയ വിഷമം, ഉള്ളിലൊരു വിഷമമൊക്കെ തോന്നി. ഊണ് കഴിക്കുകയൊക്കെ ചെയ്തു, എന്നാലും ഒരു വിഷമം, എന്നെ പരിഗണിച്ചില്ലല്ലോ എന്നുള്ളൊരു വല്ലാത്തൊരു തോന്നൽ. അപ്പോൾ പിന്നെ മറ്റുള്ളവരോടൊക്കെ ധാരാളം വർത്തമാനമൊക്കെ പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ വന്ന ആൾക്കാരിൽ ഒരാൾ ഈ കുളത്തിലേക്കൊന്ന് മൂത്രമൊഴിക്കാനൊക്കെ പോയി. മൂത്രമൊഴിക്കാൻ പോയി ഇങ്ങോട്ട് വന്നപ്പോൾ അയാളുടെ വൃഷണത്തുമ്മേ ഒരു തേള് കടിച്ച്. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യ. അപ്പോൾ കോക്കര നമ്പൂരി എടുത്ത് ഇയാളെ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് മരുന്നും ഇതൊക്കെ ചെയ്ത് നോക്കി. അപ്പം എന്നിട്ടൊന്നും ഈ തേള് എത്രയായിട്ടും കടി വിടുന്നുണ്ട്. ഇയാൾക്കാണെങ്കിൽ ഇയാളെ വേദന കൊണ്ട് വല്ലാണ്ട് പൊളയാണ്. അപ്പോൾ കോക്കര സുബ്രഹ്മണ്യ നമ്പൂതിരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇയാളെ ഒന്ന് കിടത്തു. അപ്പോൾ കിടത്തി കുളത്തുനിന്ന് കുറച്ച് മത്സ്യത്തിനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ മത്സ്യത്തിനെ നിലത്താണ് പരത്തിയിട്ടു. എന്നിട്ട് അതിൻ്റെ മീതെ ഇയാളെ കിടത്തി. തൊട്ടടുത്തൊരു പരന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുവയ്ക്കാൻ. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു കോടിമുണ്ട് എടുത്ത് ഇയാളുടെ ശരീരം ആകെ അങ്ങോട്ട് മൂടി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് എണീറ്റു. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ കോടിമുണ്ടൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ ഈ പരന്ന പാത്രത്തിലെ വെള്ളത്തിൽ ഈ തേൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ തേളിനെ പിടിക്കാനായിട്ട് മത്സ്യങ്ങളൊക്കെ പാത്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതോടുകൂടി ഇയാളുടെ വേദനയൊക്കെ മാറി. അപ്പം അയാൾ സ്വസ്ഥനായി. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഗോസായി ഊണ് കഴിക്കാനൊക്കെ ഇരുന്നത്. ഗോസായി ഊണ് കഴിക്കാനിരുന്നപ്പോൾ ഇലയുടെ അടുത്ത് ഒരു തവളകൾ ഇങ്ങനെ വന്ന് ചാടുകയാണ്. അപ്പം അപ്പോൾ എത്രയായിട്ട് ഊണ് കഴിക്കാൻ ആൾക്ക് പറ്റുന്നില്ല. ഈ തവളകൾ ഇങ്ങനെ ചുറ്റും വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തവളയുടെ കൂടുതൽ ചെറിയ ചെറിയ പാമ്പുകളും. അപ്പോൾ അപ്പോൾ എന്താ ഊണ് കഴിക്കണില്ലേ എന്നൊക്കെ ചോദിക്കുക കോക്കര നമ്പൂതിരി. അപ്പോൾ ആള് എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് വെള്ളം അങ്ങോട്ട് തളിക്കും ജപിച്ചിട്ട്. അപ്പോൾ അതോടുകൂടി എന്തുണ്ടായിച്ചാൽ കുറെ കിളികൾ വന്നിട്ട് ഈ പാമ്പിനെയൊക്കെ കൊത്തി കൊണ്ടുപോവുക. പക്ഷെ ഈ പാമ്പ് പിന്നെയും വരുന്നുണ്ട്. എത്രയായിട്ടും പാമ്പ് അവസാനിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കോക്കര നമ്പൂതിരി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന്, എന്താ ഗോസായി ഊണ് കഴിക്കണില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ആള് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പറഞ്ഞു, ഈ പാമ്പ് ഒന്നും കാണിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പറഞ്ഞോടുകൂടി പിന്നെ പാമ്പുകൾ വരവൊക്കെ നിന്നു. ഇയാള് സുഖമായിട്ട് ഊണ് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പോവാറാകുമ്പോൾ ഈ ഗോസായി കയ്യിൽ നിന്ന് നല്ലൊരു ഗ്രന്ഥം ഈ കോക്കര നമ്പൂരിക്ക് സമ്മാനിച്ച് അങ്ങനെ സന്തോഷമായിട്ട് പിരിയുകയും ചെയ്തു. അങ്ങനെ ഒരു ഇത്. പിന്നെ ഈ കോക്കര നമ്പൂതിരിക്ക് പഴയ കാലത്ത് കൊച്ചി നാട് വാണിരുന്ന ഒരു മിടുക്കൻ തമ്പുരാൻ. അപ്പം അദ്ദേഹം ഈ കോക്കര നമ്പൂതിരിയുടെ ഒരു ശിഷ്യനാണ്. പിന്നെയും 2-3 ശിഷ്യന്മാരുണ്ട്. അപ്പം അതിൽ ഒരാളൊരു രാമകൃഷ്ണൻ ഭ്രാന്തിരി, പിന്നെ ചാന്ദിനിങ്ങാട്ട് പരമേശ്വരൻ കർത്താൻ, പിന്നെ പെരുമ്പള്ളി നാരായണ പിഷാരടി. ഇങ്ങനെ 2-3 പേരും പ്രസിദ്ധരായിട്ടുള്ള വിഷവൈദ്യന്മാരാണ്. ഈ മിടുക്കൻ രാജ അദ്ദേഹത്തിന് ഈ പാമ്പിനെ വരുത്തി വിഷറക്കുക അങ്ങനത്തെ ഉള്ള കഴിവുകളൊക്കെ ഉള്ള ഒരു വളരെ പ്രസിദ്ധനായിട്ടൊരു ആളാണ്. പിന്നെ മുമ്പത്തെ കഥയില് ഒരു ഈർക്കിലി വെച്ച് ഈ കുടിച്ച വെള്ളം മുഴുവൻ വാഴയിൽ കൂടെ വന്നൊരു കഥ പറയുണ്ടായിരുന്നു. ഇപ്പൊ നേരെ മറിച്ച് ഈ ഈർക്കിലി കൂടെ വെള്ളം കളഞ്ഞില്ല എന്ന് വെച്ചാൽ
ഈ കോക്കര നമ്പൂരി അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് വരുന്ന വെള്ളത്തിന് തടഞ്ഞു നിർത്തി കതിരിവാഴയിൽ കൂടെ വെള്ളം പോയില്ല എന്ന് വെച്ചാൽ ഈ പാമ്പാട്ടി മരിക്കും. അല്ല നേരെ മറിച്ച് വാഴയമ്മ കുത്തുവയ്ക്കാണ്ട് ഇയാള് കോക്കര നമ്പൂരിക്ക് വയറിൽ വരുന്നത് തടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ അപ്പോൾ കോക്കര നമ്പൂരിക്ക് രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരപകടം പറ്റേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെ എന്നാൽ ഇതിനെ രണ്ടും ഒഴിവാക്കി, രണ്ടുപേർക്ക് അപകടം പറ്റാതെ വാഴയിൽ കൂടെ ഈ പ്രശ്നം അവസാനിപ്പിച്ചു. അതാണ് കോക്കര നമ്പൂരിയുടെ ഒരു പ്രത്യേകത. പിന്നെ വേറൊരു കഥയും കൂടി ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് മുറജപ കാലത്ത് ചാക്കയിൽ വെച്ച് കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കോക്കര നമ്പൂരി വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മുറജപത്തിന് പോയ സമയത്ത്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരാള് മരിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ വിഷം തീണ്ടി മരിച്ച അതാണെന്ന് അപ്പൊ ആരോ പറയുന്നുണ്ട്. അപ്പൊ അതിന്ന് ഒരാൾ ചോദിക്കുന്ന കോക്കര നമ്പൂരി ഒന്ന് ചെന്ന് നോക്കണു, അപ്പൊ അവര് ഒന്ന് ഭേദാക്കാൻ പറ്റുമെന്ന്. അപ്പൊ അവരൊക്കെ മരിച്ചു എന്നുള്ള ഒരു ധാരണയിലാണ്. അപ്പൊ എന്നോട് ഉടമസ്ഥന്മാരാരെയും പറഞ്ഞാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഒരാൾ ചെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ആളെ ഒന്ന് ചികിത്സിച്ച് അത് ഭേദാക്കണം എന്നൊക്കെ ആയിട്ട് കോക്കര നമ്പൂതിരിയോട് പറയും. അപ്പൊ കോക്കര നമ്പൂതിരി പറയും, ഞാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കരുതാനുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ പാല്, ഒരു ഈർക്കിലി, ഒരു പീഠം, ഒരു വിളക്ക്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം എന്ന് പറയും. അപ്പോൾ അതൊക്കെ അവർ വേഗം സംഘടിപ്പിച്ചു കൊണ്ടു. അപ്പോൾ അവർ മരിച്ചു എന്നുള്ള ധാരണ തന്നെയാണ്, എന്നാലും ഒരു അവസാന പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് ഡ്രസ്സ് ഒരു കോടിമുണ്ടോണ്ട് ഒരു കൂടാരം പോലെ കെട്ടിണ്ടാക്കും. കോടിമുണ്ടും പനമ്പും ഒക്കെ ഉപയോഗിച്ച് ഒരു കൂടാരം പോലെ ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ ഇയാളെ കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് കിടത്തി അയാളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടു. എന്നിട്ട് ഇദ്ദേഹം ജപം തുടങ്ങി. കുറേ നേരം ജപിച്ചു. ജപം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ് വന്ന് ഈ ആളുടെ അടുത്ത് ചെന്ന് വിഷം അങ്ങോട്ട് വിഷം ഇറക്കി. പാമ്പ് തന്നെ വന്ന് വിഷം ഇറക്കി. എന്നിട്ട് അത് അവിടെ ഈ മഞ്ഞപ്പൊടിയും പാലും ഒക്കെ ചേർത്ത് ഗുരുതി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ വന്നങ്ങട് അതിലേക്ക് ആ വിഷമൊക്കെ അങ്ങോട്ട് ആക്കി. അത് കഴിഞ്ഞ് പിന്നെ ഈ കർമ്മം ചെയ്തിട്ടുള്ള ഈ കോക്കര നമ്പൂതിരി കടിക്കാൻ വന്നു. അപ്പൊ അപ്പോഴേക്കും അദ്ദേഹത്തിന് ഈർക്കിലി ജപിച്ച് കുറേ നേരം ഇരുന്ന് ജപിച്ചു. വരുമ്പോഴേക്കും ഈ ജപിച്ച് ഈർക്കിലി അപ്പോഴേക്കും അങ്ങോട്ട് രണ്ടായി നെടുകെ പിളർന്നു. അപ്പൊ അതോടുകൂടി പാമ്പും അതേപോലെ തന്നെ രണ്ട് ഭാഗമായിട്ട് തീർന്നു. അപ്പൊ അദ്ദേഹം എന്നിട്ട് പിന്നെ അപ്പൊ അവിടുത്തെ തിരുവിതാംകൂർ മഹാരാജാവിനോട് പറഞ്ഞു, ഇതിപ്പോ ഇതിനുള്ളത് എനിക്കിപ്പോ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ പരിഹാരം ഞാൻ ചെയ്യാം എന്ന് മഹാരാജാവ് ഏറ്റു. അപ്പൊ എന്നിട്ട് പിന്നെ അദ്ദേഹം ഇല്ലത്ത് ചെല്ലുമ്പോ അവിടെ അദ്ദേഹത്തിന് 8 നില മാളിക കത്താണ്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒരു ഏത്തച്ചിറയുടെ പണിയുടെ ഇടയിൽ കത്തിയതാണ്. എന്നിട്ട് പുതുക്കി പണിത പെരയാണ്. ഏത്തച്ചിറ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഏത്തച്ചിറയുടെ പണിയുടെ ഇടയിൽ കത്തിയ പെര പുതുക്കി പണിത പെരയാണ്. അതാണ് ഇപ്പൊ വീട് കത്തിയത്. അത് മാത്രല്ല ഗർഭിണിയായിട്ട് ഒരു പശു അതിൽ കിടന്ന് ചാവി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, രാജാവ് പറഞ്ഞു അതൊന്നും പരിഭ്രമിക്കണ്ട, ഞാൻ എന്നിട്ട് പിന്നെ അദ്ദേഹം അതേപോലെ തന്നെ 8 നില മാളിക അദ്ദേഹം പണിതു. ഇപ്പൊ നിലവിലുള്ള തറവാടിലുള്ള പെര ഇപ്പൊ ഈ മഹാരാജാവ് പണിത് കൊടുത്തിരുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഇപ്പൊ ഈ കോക്കര നമ്പൂതിരിയുടെ എനിക്കറിയുന്ന ഭാഗങ്ങളൊക്കെ ഇതോടുകൂടി കഴിയുകയാണ്. അപ്പൊ കണ്ട ആൾക്കാരൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.